ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പുതിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ നോക്കാം. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് കുത്തിയെടുത്തിട്ട് നമുക്ക് എന്തോരം നീളത്തിലാണോ വേണ്ടത് ആ നീളത്തിൽ ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് രണ്ടായിട്ട് ചുറ്റിയെടുത്തിട്ട് താഴോട്ടേക്ക് കുത്തിയെടുക്കുക. അത് ഞാനിന്ന് പറയുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾ ഒരു ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇനി ആ ഒരു ലൈൻ്റെ ഒരല്പം താഴെയായിട്ട് രണ്ട് സൈഡിലോട്ടും ഇതേ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ സൈഡിലായിട്ട് റിങ് നോട്ട് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുത്ത്, ഒത്തിരി ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണ്ട, ലൂസായിട്ട് തന്നെ കുത്തിയെടുത്ത് താഴോട്ടേക്ക് കുത്തിയിറക്കുക. ഇവിടെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലെ റിംഗ് നോട്ടും ഓപ്പോസിറ്റ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട്, അതായത് ലോങ് ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തത്. ഇനി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഫ്രഞ്ച് നോട്ട്, നല്ല ടൈറ്റായിട്ട് ചെയ്യുന്ന ആ ഒരു ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്യാം. ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് എടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ്. ടൈറ്റായിട്ട് കുത്തിയെടുത്ത് 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് താഴോട്ടേക്ക് ഈ നൂലെ പിടിച്ചുകൊണ്ട് തന്നെ താഴോട്ടേക്ക് കുത്തി ഇറക്കുക. ഇതുപോലെ നമുക്ക് ഇതൊരു ഓൾ ഓവർ ഡിസൈനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വർക്ക് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്കിൻ്റെ ഇടഭാഗത്തായിട്ട് വൈറ്റ് കളർ ഷുഗർ ബീഡ്സോടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.